ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കുന്ന ഈ സമയത്തിനായി ദൈവത്തിന് നന്ദി പറയാം. അതെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായമാണ്. യാക്കോബിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമല്ലേ? ഒരു നിർണായകമായ രാത്രി, ഒരു സ്വപ്നം. ശരിയാണ്. കഴിഞ്ഞ അധ്യായത്തിലെ സംഭവങ്ങൾ ഓർമ്മയുണ്ടാകുമല്ലോ. യാക്കോബ് ഏശാവിനെ കബളിപ്പിക്കുന്നു, അനുഗ്രഹം തട്ടിയെടുക്കുന്നു. അതിന്റെ ഒരു ഭവിഷ്യത്തെന്ന നിലയിലാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഭയം, ഏശാവിന്റെ പ്രതികാരം, അതിൽ നിന്നുള്ളൊരു പലായനം. അതെ, ആ ഒരു ഭയത്തിന്റെ, ഒരുപക്ഷെ വഞ്ചനയുടെയൊക്കെ നിഴലിൽ നിന്നാണ് യാക്കോബ് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ഇടപെടലാണ്. തീർച്ചയായും ദൈവീക വാഗ്ദാനങ്ങളുടെ വെളിച്ചത്തിലേക്ക് അവൻ പതിയെ വരികയാണ്. നമുക്കതിലേക്കൊന്ന് ശ്രദ്ധിക്കാം. എങ്ങനെയാണ് കഥ തുടങ്ങുന്നത്? യാക്കോബ് ഓടിപ്പോകാൻ തയ്യാറെടുക്കുന്നു. അതെ, ഏശാവിനെ പേടിച്ചാണോട്ടം. അപ്പോ അമ്മ റിബേക്ക ഒരു സൂത്രം പ്രയോഗിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അവൾ ഇസ്ഹാക്കിനോട് പറയുന്നത്, ഈ ഹിത്യപുത്രിമാർ കാരണം എനിക്ക് ജീവിതം മടുത്തു എന്നാണ്. അതൊരു കാരണം പറയുന്നു. പക്ഷേ യഥാർത്ഥ ലക്ഷ്യം യാക്കോബിനെ അവിടുന്ന് മാറ്റുക എന്നതാണ്, ഏശാവിന്റെ കണ്ണിൽ പെടാതെ. വളരെ തന്ത്രപരം. അപ്പോ ഇസ്ഹാക്ക് അത് കേൾക്കുന്നു, യാക്കോബിനെ വിളിക്കുന്നു, എന്നിട്ട് അവനെ അനുഗ്രഹിക്കുകയാണ്. വീണ്ടും അനുഗ്രഹിക്കുന്നു. ഇത് ശ്രദ്ധിക്കണം, ആദ്യത്തെ അനുഗ്രഹം അത് വഞ്ചനയിലൂടെ നേടിയതാണ്. അതെ, പക്ഷേ ഇത് ഇസ്ഹാക്ക് അറിഞ്ഞുകൊണ്ട് പൂർണ്ണ മനസ്സോടെ കൊടുക്കുന്ന ഒന്നാണ്. ആ അനുഗ്രഹത്തിൽ എന്താ പറയുന്നത്? കേനാന്യ സ്ത്രീകളെ വിവാഹം ചെയ്യരുത്, പകരം പദ്യൻ അരാമിൽ പോകണം, ലാബാന്റെ, അതായത് റിബേക്കയുടെ സഹോദരന്റെ വീട്ടിൽ നിന്ന് ഭാര്യയെ എടുക്കണം. അതോടൊപ്പം ഒരു വലിയ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അതെ, സർവശക്തിയുള്ള ദൈവം നിന്നെ അനുഗ്രഹിച്ച് നീ വലിയൊരു ജനസമൂഹമായി തീരട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരുമാറാകട്ടെ. ഇത് വെറുമൊരു യാത്രയായപ്പല്ല, ഇതാ വലിയ ഉടമ്പടിയുടെ, അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിന്റെ കൈമാറ്റമാണ്. ശരിയാണ്. അപ്പോ യാക്കോബിന്റെ യാത്ര ഒരു ഒളിച്ചോട്ടം മാത്രമല്ല, ദൈവത്തിന്റെ ഒരു പദ്ധതി അതിലുണ്ട്, അവന്റെ കുറവുകൾക്ക് നടുവിലും. അതേസമയം ഏശാവിന്റെ ഒരു പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടപ്പോ കനാന്യ ഭാര്യമാരെ. അതെ, അപ്പോ അവൻ പോയി ഇഷ്മായേലിന്റെ മകളെ കൂടി കല്യാണം കഴിക്കുന്നു. ഒരുപക്ഷെ അവരെ പ്രീതിപ്പെടുത്താൻ നോക്കിയതാവാം. പക്ഷെ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയതേ ഉള്ളൂ, അല്ലേ? ഒരു പക്ഷേ ആത്മീയമായി അതൊരു ശരിയായ നീക്കമായിരുന്നില്ല. ശരി. അപ്പോ യാക്കോബ് യാത്ര തുടങ്ങുകയാണ്, ബേർഷെബയിൽ നിന്ന് ഹാരാനിലേക്ക്. ആ യാത്രയൊന്ന് ഓർത്തു നോക്കൂ. ഒറ്റയ്ക്ക്, വീട്ടുകാരില്ല, ഭയം ഉള്ളിലുണ്ട്. ലക്ഷ്യസ്ഥാനം ദൂരെയാണ്, വഴി അറിയില്ല. അങ്ങനൊരു യാത്ര. പകൽ യാത്ര ചെയ്ത് വൈകുന്നേരമായി സൂര്യാസ്തമയം ഒരിടത്തെത്തുന്നു. അവിടെ തങ്ങാൻ തീരുമാനിക്കുന്നു. രാത്രിയായി. കിടക്കാൻ സൗകര്യമൊന്നുമില്ല. അവിടെ കണ്ട ഒരു കല്ല് അതെടുത്ത് തലയണയാക്കി നിലത്ത് കിടന്നുറങ്ങുകയാണ്. എത്ര പരിതാപകരമായ അവസ്ഥ. ഒരു പക്ഷേ യാക്കോബ് ജീവിതത്തിൽ ഏറ്റവും ഒറ്റപ്പെട്ട, നിസ്സഹായനായ നിമിഷം അതായിരിക്കാം. എന്നാൽ അവിടെയാണ് ദൈവത്തിന്റെ അത്ഭുതം നടക്കുന്നത്. ആ കല്ലിൽ തലവെച്ചുറങ്ങുമ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കാണുന്നു. വളരെ പ്രസിദ്ധമായ സ്വപ്നം. ഒരു കോവണി. അതെ, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു കോവണി. അതിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എന്തായിരിക്കും ഈ കോവണിയുടെ അർത്ഥം? ഇത് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കാണിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വഴി. അകന്നുപോയ മനുഷ്യനിലേക്ക് ദൈവം വരുന്ന ഒരു ചിത്രം. അതെ, തീർച്ചയായും. പുതിയ നിയമത്തില് യേശു തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ അടുക്കൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന്. അപ്പോ ഈ കോവണി യേശുക്രിസ്തുവിന്റെ ഒരു പ്രതീകമായി കാണുന്നവരുണ്ട്. സ്വർഗത്തിലേക്കുള്ള ഏക വഴി. കോവണിയുടെ മുകളിൽ യഹോവയായ ദൈവം നിൽക്കുന്നു എന്നിട്ട് സംസാരിക്കുകയാണ്. സ്വയം പരിചയപ്പെടുത്തുന്നു, അല്ലേ? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. ഇത് കേവലം ഒരു പേരല്ല, തലമുറകളായുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതെ, യാക്കോബേ, നീ ഇപ്പോൾ എന്തവസ്ഥയിലാണെങ്കിലും ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവം, ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ്. എന്നിട്ട് ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ, എത്ര വലുതാണ്! ആ കിടക്കുന്ന യാക്കോബിന് ദൈവം കൊടുക്കുന്ന ഭാവി. അതെ, പ്രധാനമായും 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, ദേശം തരും, നീ കിടക്കുന്ന ഈ ദേശം. അബ്രഹാമിനും ഇസ്ഹാക്കിനും കൊടുത്ത അതേ വാഗ്ദാനം. ഒരു വലിയ ജനത.
കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. 3. അനുഗ്രഹം. നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് ആത്യന്തികമായി ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതെ. 4. ദൈവത്തിന്റെ സാന്നിധ്യം. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. ആ അവസ്ഥയിൽ ഇത് കേൾക്കുമ്പോൾ യാക്കോബിന് എന്ത് ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും? നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കും. 5. സംരക്ഷണവും മടക്കിവരവും. ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുവോളം നിന്നെ കൈവിടുകയില്ല. ഒരു സമ്പൂർണമായ ഉറപ്പ്. കൈവിടില്ല എന്ന വാക്ക്, ഹോ! യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അവന്റെ ആദ്യത്തെ പ്രതികരണം എന്താണ്? ഭയം. ദൈവീക സാന്നിധ്യം തിരിച്ചറിയുമ്പോഴുള്ള ഭയം. യഹോവ ഈ സ്ഥലത്തുണ്ട് നിശ്ചയം, ഞാനും അതറിഞ്ഞില്ല. താൻ വെറും ഒരു വഴിയമ്പലം എന്ന് കഴുതിയ സ്ഥലം ദൈവസാന്നിധ്യമുള്ള ഇടമായിരുന്നു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ. ആ തിരിച്ചറിവ്, അതാണ് പ്രധാനം. ഒരു സാധാരണ സ്ഥലം ദൈവവുമായുള്ള കണ്ടുമുട്ടൽ കൊണ്ട് അസാധാരണമായി മാറുന്നു. ആ തിരിച്ചറിവ് വെറും വാക്കിലൊതുങ്ങുന്നില്ല, അവൻ പ്രവർത്തിക്കുന്നു. അതെ. രാവിലെ എഴുന്നേറ്റു. താൻ തലയണയാക്കിയ ആ കല്ല് അതെടുത്ത് ഒരു തൂണായി നിർത്തി. അതിന്റെ മുകളിൽ എണ്ണയൊഴിച്ചു അതിനെ ദൈവത്തിനായി പ്രതിഷ്ഠിക്കുകയാണ്. കയ്യിലുള്ളത് ഒരുപക്ഷെ യാത്രാവശ്യത്തിനുള്ള എണ്ണ, അത് ദൈവത്തിന് കൊടുക്കുന്നു. എന്നിട്ട് ആ സ്ഥലത്തിനൊരു പേരിട്ടു. ബേതേൽ, ദൈവത്തിന്റെ ഭവനം. അതിനു മുമ്പ് ആ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നായിരുന്നു. ലൂസ് എന്ന പേരിന് പല അർത്ഥങ്ങളും പറയാറുണ്ട്. വേർപിരിയൽ, ബദാം മരം എന്നൊക്കെ. എന്തായാലും ആ പേര് മാറി. ദൈവസാന്നിധ്യം ഒരു സ്ഥലത്തെ മാറ്റിയെടുത്തു. തീർച്ചയായും അത് വ്യക്തികളെയും സാഹചര്യങ്ങളെയും മാറ്റും. എന്നിട്ട് യാക്കോബ് ഒരു നേർച്ച നേരുന്നുണ്ട്. വാക്യം 20 മുതൽ, ദൈവം എന്നോടുകൂടെ ഇരുന്ന് എന്നെ കാത്ത് ആഹാരവും വസ്ത്രവും തന്ന് എന്നെ സമാധാനത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ. ഒരു ഇഫ് ക്ലോസ് അവിടെയുണ്ട്. ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ യഹോവ എന്റെ ദൈവമായിരിക്കും, ഈ കല്ല് ദൈവത്തിന്റെ ആലയമായിരിക്കും, നീ തരുന്നതിലൊക്കെയും ഞാൻ ദശാംശം തരും. ഇതിനെങ്ങനെ കാണാം? ഇതൊരു കച്ചവട മനോഭാവമാണോ, അതോ ഒരു പക്ഷേ പൂർണ്ണമല്ലാത്തൊരു സമർപ്പണമായി കാണാം. അവന്റെ അന്നത്തെ വിശ്വാസത്തിന് നിലവാരം വെച്ച്, അവന്റെ മുൻകാല ജീവിതം വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാനും തിരികെ കൊടുക്കാനും ഒരു മനസ്സ് കാണിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ശരിയാണ്. ഇതൊരു തുടക്കമാണ്, വിശ്വാസത്തിലേക്കുള്ളൊരു ചുവടുവെപ്പ്. ദൈവം അത് സ്വീകരിച്ചു എന്ന് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അതെ. അപ്പൊ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ? പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ. തീർച്ചയായും. ഒന്നാമത്തേത് ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനയാണ്. യാക്കോബ് പോവുകയാണ്, അവൻ തെറ്റ് ചെയ്തവനാണ്, പക്ഷേ ദൈവം അവനെ തേടി ചെല്ലുന്നു. നമ്മുടെ യോഗ്യത നോക്കിയല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ കുറവുകൾക്ക് നടുവിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെ. റോമർ 8:35 ഓർക്കുന്നത് നല്ലതാണ്. കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ ഒന്നിനും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല. നമ്മളും ചിലപ്പോൾ യാക്കോബിനെ പോലെ ഓടേണ്ടി വരും. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന്, ഭയങ്ങളിൽ നിന്ന്. ജോലി നഷ്ടപ്പെടുമ്പോൾ, ബന്ധങ്ങൾ തകരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, നമ്മൾ ചെയ്ത തെറ്റുകളുടെ ഭാരം നമ്മെ വേട്ടയാടുമ്പോൾ. ആ ഓട്ടത്തിനിടയിലും ഓർക്കുക, ദൈവം നമ്മെ പിന്തുടരുന്നുണ്ട്, കൂടെയുണ്ടെന്ന ആ ഉറപ്പ്. വിലാപങ്ങൾ 3:22-23. യഹോവയുടെ ദയ അവസാനിച്ചിട്ടില്ല, അത് രാവിലെ തോറും പുതിയതാകുന്നു. നമ്മുടെ സങ്കടങ്ങളുടെ സ്ഥലങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന ബേതേലാകാം. ആത്മീയ കൂട്ടായ്മകൾ, നല്ല സുഹൃത്തുക്കൾ, ഇതൊക്കെ ഈ തിരിച്ചറിവിൽ വളരാൻ നമ്മെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവീക വാഗ്ദാനങ്ങളുടെ ശക്തി. അത് സ്ഥിരമാണ്. യാക്കോബിന് കൊടുത്ത വാഗ്ദാനം അവന്റെ സാഹചര്യത്തെ മാത്രം ആശ്രയിച്ചല്ല, അത് ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ലോകത്തിലെ വാഗ്ദാനങ്ങൾ പലതും മാറിപ്പോകും. മനുഷ്യർ വാക്കുമാറും. ബിസിനസ്സിൽ, വിവാഹത്തിൽ, സൗഹൃദങ്ങളിൽ എല്ലായിടത്തും ഇത് കാണാം. പക്ഷേ നമ്മുടെ ദൈവം വാക്കുമാറാത്തവനാണ്. സങ്കീർത്തനം 89:34. എന്റെ നിയമം ലംഘിക്കുകയില്ല, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് മാറ്റം വരുത്തുകയുമില്ല. ആ വാഗ്ദാനങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം, ധൈര്യമായി മുന്നോട്ടു പോകാം. മൂന്നാമതൊരു ചിന്ത, അപ്രതീക്ഷിതമായി ദൈവത്തെ കണ്ടുമുട്ടാമെന്നതാണ്. യാക്കോബ് ഒട്ടും വിചാരിച്ചില്ല ആ ലൂസ് എന്ന സ്ഥലത്ത് സ്വർഗം തുറക്കുമെന്ന്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ
നമ്മുടെ വീടുകളിൽ, ജോലിസ്ഥലങ്ങളിൽ, യാത്രകളിൽ. എന്തിന്? നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ പോലും. അതെ, ദൈവം അവിടെയുണ്ട്. യെശയ്യാ 6:3 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള സാധാരണ ഇടങ്ങളെ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ബഥേലുകളാക്കാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷേ വീട്ടിലൊരു പ്രാർത്ഥനാ സ്ഥലമൊരുക്കുന്നത്, അല്ലെങ്കിൽ ദിവസവും കിട്ടിയ നന്മകളോർത്ത് ഒരു നന്ദി ഡയറി എഴുതുന്നത്. അതൊക്കെ ഈ ബേഥേൽ അനുഭവം ഓർക്കാൻ സഹായിക്കും. 4-ാമതായി സമർപ്പണത്തിന്റെ പ്രാധാന്യം. യാക്കോബിന്റെ നേർച്ച വ്യവസ്ഥകളോടെ ആയിരുന്നെങ്കിലും അതൊരു പ്രതികരണമായിരുന്നു. കയ്യിലുള്ള കല്ല്, എണ്ണ അത് കൊടുത്തു. കിട്ടാൻ പോകുന്നതിന്റെ ദശാംശം വാഗ്ദാനം ചെയ്തു. ഒരു തുടക്കം. നമ്മൾ ചിലപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കാത്തിരിക്കും, പക്ഷെ ചെറിയ സമർപ്പണങ്ങൾ ദൈവം കാണുന്നുണ്ട്. അതെ, ആ ചെറിയ തീരുമാനങ്ങൾ പോലും വലിയ വിശ്വാസ വളർച്ചയിലേക്ക് നയിച്ചേക്കാം. മലാഖി 3:10 ദശാംശം കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കാൻ പറയുന്നു. ദൈവം നമ്മുടെ സമർപ്പണങ്ങളെ അനുഗ്രഹിക്കാൻ വിശ്വസ്തനാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ഉൽപ്പത്തി 28 ഓടിപ്പോകുന്ന മനുഷ്യനും തേടിവരുന്ന ദൈവവും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ആ കോവണി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവിടുത്തെ സാന്നിധ്യം, വാഗ്ദാനങ്ങൾ, പരിപാലന, ഇതൊക്കെയാണ് ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ലൂസുകളെ, അതായത് പ്രയാസമുള്ള സാധാരണ ഇടങ്ങളെ ബേഥേലാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. യാക്കോബിന്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. അവന്റെ കരം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ഈ ചിന്തകളോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഭയത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും താഴ്വരകളിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും നോക്കാതെ അങ്ങയുടെ വിശ്വസ്തമായ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതിനായി നന്ദി. ഞങ്ങളുടെ ജീവിതത്തിലെ സാധാരണ ഇടങ്ങളെ, ഞങ്ങളുടെ ലൂസുകളെ അങ്ങയെ കണ്ടുമുട്ടുന്ന ബേഥേൽ അനുഭവങ്ങളാക്കി മാറ്റാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗീയ കോണിയായ യേശുക്രിസ്തുവിലൂടെ എപ്പോഴും അങ്ങയിലേക്ക് നോക്കുവാനും അങ്ങയുടെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ ഞങ്ങളുടെ ജീവിതം പണിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചെറിയ സമർപ്പണങ്ങളെപ്പോലും അങ്ങ് വിലയേറിയതായി കണ്ട് സ്വീകരിക്കണമേ. അതിനെ വർദ്ധിപ്പിക്കണമേ. ലോകത്തിൽ പലയിടങ്ങളിലായി കഷ്ടത അനുഭവിക്കുന്ന, ഭയത്തിൽ കഴിയുന്ന, പലായനം ചെയ്യേണ്ടിവരുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് യാക്കോബിന് നൽകിയതുപോലെയുള്ള ദൈവസാന്നിധ്യത്തിന്റെ ഉറപ്പും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാനും ആത്മീയമായി ഒരുമിച്ച് വളരുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തയാഴ്ച പുതിയൊരു വേദഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.